നമസ്കാരം, ഞാൻ ഡോക്ടർ ജിമ്മി ജോർജ്, സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, ലിസി ആശുപത്രി, എറണാകുളം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈട്രൽ റിഗർജിറ്റേഷൻ അഥവാ ഹാർട്ടിന്റെ ഇടത്തെ ഭാഗത്തെ അറകളിൽ ഉണ്ടാവുന്ന ഒരു ഡോറ്, മൈട്രൽ വാൽവ് പൂർണ്ണമായും അടയാതെ ലീക്ക് വരുന്ന ഒരു അവസ്ഥ. അതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്, അതിനുള്ള അതിനൂതനമായ ഏത് ചികിത്സയാണ് ഉള്ളത് എന്ന് വിശദീകരിക്കാനാണ് വന്നിരിക്കുന്നത്. ഹാർട്ടിന്റെ ഇടത്തെ ഭാഗത്തെ അറകൾ ശുദ്ധമായ രക്തം ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ്. അവിടെ നിന്ന് ഇടത്തെ ഭാഗത്തെ മെയിൻ അറകളിൽ നിന്ന് ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും ശുദ്ധരക്തം കൊടുക്കുന്ന അറകളെയാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഈ രണ്ട് അറകളുടെ ഇടയ്ക്കുള്ള വാതിലിനെയാണ് നമ്മൾ മൈട്രൽ വാൽവ് എന്ന് പറയുന്നത്. ആ വാൽവ് പൂർണ്ണമായും അടയാതെ വരുന്നൊരവസ്ഥയിൽ ശുദ്ധമായ രക്തം രണ്ട് അറകൾ തമ്മിൽ മിക്സ് ചെയ്യുകയും ശരീരത്തിലെ പല ഭാഗങ്ങൾക്കും ശുദ്ധമായ രക്തം കിട്ടാത്തൊരവസ്ഥ വരുന്നു. ഇതിനെയാണ് നമ്മൾ മൈട്രൽ വാൽവ് ലീക്കോ അല്ലെങ്കിൽ മൈട്രൽ റിഗർജിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും പ്രായമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വാൽവുകൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രൊലാപ്സോ അല്ലെങ്കിൽ വാൽവുകൾക്ക് ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു കോഡൽ റപ്ചർ എന്ന് പറയുന്ന, അതായത് മസിൽ കണക്ട് ചെയ്യുന്ന ഈ ഡോറുകൾ വാൽവുകൾ പൊട്ടുകയോ ചെയ്യുമ്പോൾ ആണ് ലീക്ക് ഉണ്ടാവുന്നത്. ഇതിന് ചികിത്സയായിട്ട് കൂടുതലും വാൽവ് മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ, അതായത് വാൽവ് റീപ്ലേസ്മെന്റ് ആണ് ചെയ്യുന്നത്. ചില ചെറുപ്പക്കാർക്ക് ഇത് ഉണ്ടാവുമ്പോൾ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം വാൽവ് റിപ്പയർ ചെയ്യുകയും ചെയ്യാൻ പറ്റും. അത് പൊതുവെ ഒരു ഓപ്പൺ ഹാർട്ട് പ്രൊസീജിയറാണ്. അതിൻ്റെതായ വാൽവുകൾ പല മെക്കാനിക്കൽ വാൽവുകളോ അല്ലെങ്കിൽ ബയോപ്രോസ്തറ്റിക് വാൽവുകളോ ഉണ്ടാവും. ഒരുപക്ഷെ കുറച്ചുകൂടി കൂടുതൽ പ്രായമുള്ളവർക്ക് ഇത് വരുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ കോമോബിഡിറ്റീസ് എന്ന് ഞങ്ങൾ പറയും, അതായത് കിഡ്നിയുടെ അസുഖമോ ഹാർട്ടിന്റെ അസുഖമോ സ്ട്രോക്കോ അല്ലെങ്കിൽ അത് സംബന്ധമായിട്ട് ഓപ്പറേഷനുകൾക്ക് റിസ്ക് കൂടുന്ന കണ്ടീഷനുകളിലോ, പ്രത്യേകിച്ച് വാൽവ് പൂർണ്ണമായി അടയാത്ത വരുന്നൊരവസ്ഥയിൽ വാൽവ് റീപ്ലേസ്മെന്റിന് പകരമായിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അതിനൂതന ചികിത്സാ രീതിയാണ് MTER, അതായത് മൈട്രൽ വാൽവ് ട്രാൻസ് കാത്തറ്റർ എഡ്ജ് ടു എഡ്ജ് റിപ്പയർ. ഇത് ഒരു കാത്രാവിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ഒരു രോഗിയുടെ ഫെമറൽ വെയിൻ, അതായത് തൊടയിലുള്ള വെയിനിക്കൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഹാർട്ടിന്റെ വലത്തെ അറയിൽ ചെന്ന് പൂർണ്ണമായും അടയാതിരിക്കുന്ന ഈ വാൽവുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഒരു ക്ലിപ്പ് ഇടുന്നു. നമ്മൾ രണ്ട് പേപ്പറുകൾ തമ്മിൽ വെച്ചിട്ട് ഒരു സ്റ്റേപ്പിൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ രണ്ട് പേപ്പറുകൾ തമ്മിൽ ക്ലിപ്പ് ചെയ്യുന്ന പോലെ ഈ വാൽവുകൾ ക്ലിപ്പ് ചെയ്ത് ആ വാൽവുകൾ പൂർണ്ണമായും അടയാനും വാൽവ് ലീക്ക് കുറയ്ക്കാനും ഒരുപക്ഷെ പൂർണ്ണമായും ലീക്ക് നിർത്താനും പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതിന്റെ ഗുണം നമുക്ക് കാത്രാവിൽ തന്നെ എക്കോയുടെ സഹായത്തോടെയും അതുപോലെ തന്നെ ഫ്ലൂറോസ്കോപ്പിയുടെ സഹായത്തോടെയും പൂർണ്ണമായും ലീക്ക് തീർന്നുവെന്ന് അറിയാനും പറ്റും. അതുപോലെ തന്നെ ഈ ട്യൂബ് നമ്മുടെ തൊടയിലത്തെ വെയിനിക്കോടെ പോകുന്നതായതുകൊണ്ട് അത് തിരിച്ചെടുത്ത് കോംപ്ലിക്കേഷൻസും ഏറ്റവും മിനിമം രീതിയിലും പറ്റും. കൂടി വന്നാൽ 24 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗിയെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാനും പറ്റും. 2-3 ദിവസം കൊണ്ട് നോർമൽ ജീവിതത്തിലേക്കും നോർമൽ കാര്യങ്ങളും ജോലികളും ചെയ്യാൻ രോഗിനെ പ്രാപ്തമാക്കാനും പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് തീരെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, ഇതൊരു വെൽ പ്ലാൻഡ് പ്രൊസീജിയർ ആയതുകൊണ്ടും എക്കോ കാർഡിയോഗ്രാഫിയുടെ സഹായം ഉൾപ്പെടെ നമ്മൾ വായക്കോടെ ട്യൂബ് ഇടുന്ന ഒരു ട്രാൻസ് ഈസോഫേജൽ എക്കോയുടെ സഹായത്തോടെ കണ്ടിട്ട് ക്ലിപ്പ് ഇടുന്നതിന്റെ ഭാഗമായി പൂർണ്ണമായും സക്സസ് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് ലിസി ആശുപത്രിയിൽ നമ്മൾ ചെയ്ത ഒരു കേസാണ്. ആ കേസിൽ 2 ക്ലിപ്പുകൾ ഇട്ട് പൂർണ്ണമായും ലീക്ക് ഉണ്ടായ 2 വാൽവുകൾ അടയുന്നതാണ് കാണുന്നത്. രോഗിയെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ICU മാറ്റാൻ പറ്റി. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റി. മൈട്രൽ വാൽവിന്റെ ലീക്കിന് മൈട്രൽ വാൽവ് റീപ്ലേസ് ചെയ്യുകയോ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതേപോലെ ട്രാൻസ് കാത്തറ്റർ ട്യൂബ് വഴി ക്ലിപ്പ് ചെയ്യുകയോ ഏത് ചികിത്സയാണ് അനുയോജ്യമെന്ന് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു യുക്തമായ തീരുമാനം എടുക്കാം. നന്ദി, നമസ്കാരം.